ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 24-ാം വാരം ശനി. ഇന്ന് തിരുസഭ അപ്പോസ്തലനായ വിശുദ്ധ മത്തായിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ഇന്ന് ദിവ്യബലി മധ്യേ നാം വായിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇത് മത്തായിയുടെ തന്നെ ദൈവവിളിയെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കഫർനാമിലെ ചുങ്കസ്ഥലത്ത് തൻ്റെ ജോലിയിൽ വ്യാപൃതനായിരുന്ന മത്തായി അവനെ ഈശോ ഫോളോ മീ, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശിഷ്യനാകുവാനായിട്ട് ക്ഷണിക്കുന്നു. മറ്റൊന്നും ആലോചിക്കാതെ തൻ്റെ ജോലി ഉപേക്ഷിച്ച് കർത്താവിനെ പൂർണ്ണമായിട്ട് മത്തായി തൻ്റെ ജീവിതത്തിൽ അനുഗമിക്കുന്നു. മറ്റൊന്നിനും ഇനി പ്രസക്തിയില്ലാത്ത രീതിയിലാണ് എല്ലാം ഉപേക്ഷിക്കുവാനായിട്ട് മത്തായി മനസ്സ് കാണിച്ചത്. അനുഗമിക്കുന്ന ആളെ പൂർണ്ണമായിട്ട് അനുഗമിക്കുക, ഇതാണ് മത്തായി ആദ്യമായിട്ട് ചെയ്തത്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നു, മത്തായി തൻ്റെ വീട്ടിലൊരു വിരുന്നൊരുക്കി. ലൂക്കാ സുവിശേഷത്തിൽ വലിയൊരു വിരുന്നൊരുക്കി എന്നാണ് പറയുന്നത്. അതായത് യേശുവിനെ അനുഗമിക്കുന്നത് ഒത്തിരി സന്തോഷത്തോടു കൂടെയാണ്. ആ സന്തോഷത്തിൻ്റെ ആധിക്യമാണ് ഇത്രയും വലിയൊരു വിരുന്ന് ഒരുക്കുവാനായിട്ട് മത്തായിയെ പ്രചോദിപ്പിച്ചത്. അപ്പോൾ യേശുവിനെ അനുഗമിക്കുക മാത്രമല്ല, പരിപൂർണമായിട്ടുള്ള ആനന്ദത്തോടെ സന്തോഷത്തോടെ യേശുവിനെ അനുഗമിക്കുവാനായിട്ട് മത്തായിക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മളെയും ഒരു തരത്തിൽ പ്രചോദിപ്പിക്കുന്നുണ്ട്. സന്തോഷത്തോടുകൂടെ യേശുവിനെ അനുഗമിക്കുന്നവരാകുക. യഹൂദ പാരമ്പര്യമനുസരിച്ച് ഭക്ഷണത്തിന് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് ഇരിക്കുന്നവർ തമ്മിൽ എല്ലാ അർത്ഥത്തിലും പങ്കുകാരാകുന്നു എന്നുള്ളതാണ്. ഇനി മുതൽ മത്തായിയും യേശുവും എല്ലാ അർത്ഥത്തിലും ഒന്നാണ് എന്നാണ് ഈയൊരു വിരുന്ന് നമുക്ക് തരുന്ന സന്ദേശം. പതിവ് പോലെ ഫരിസേയര് വന്ന് ഇതിലും ഒരു കുറ്റം കണ്ടെത്തുന്നുണ്ട്. യേശു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നു എന്നാണ് അവർ ഈ പ്രാവശ്യം കുറ്റപ്പെടുത്തുന്നത്. യഹൂദരുടെ ബോധനം അനുസരിച്ച് പാപികളിൽ നിന്ന് അകലം പാപിക്കുന്നതാണ് വിശുദ്ധി എന്ന് പറഞ്ഞാൽ. എന്നാൽ യേശു ആ ഒരു നിർവചനം മാറ്റുകയാണ്. പാപികളിൽ നിന്ന് അകന്നിരിക്കുന്നതല്ല, പാപത്തിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് വിശുദ്ധി എന്ന് യേശു തൻ്റെ ജീവിതത്തിലൂടെ പെരുമാറ്റത്തിലൂടെ വ്യക്തമാക്കുന്നു. നമുക്ക് ചുറ്റും പല തരത്തിലുള്ള പല സ്വഭാവത്തിലുള്ള ഒത്തിരി പേരെ അനുദിനം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ശരിക്കും നല്ല സ്വഭാവമുള്ളവരുണ്ടാവും, അതുപോലെ തന്നെ എന്തെങ്കിലും സ്വഭാവത്തിൽ വീഴ്ചകളുള്ളവരുണ്ടാവും. പക്ഷെ നമുക്ക് ചിലപ്പോൾ അവരെയൊന്നും നമ്മളുടെ ചുറ്റുപാട് നിന്ന് ഒഴിച്ചു നിർത്താനായിട്ട് നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഓർക്കുക, അവരെ ഒഴിച്ചു നിർത്തുന്നതിലല്ല, മറിച്ച് അവരിലുള്ള വീഴ്ച എന്താണോ അത് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അനുവദിക്കാതിരിക്കുന്നതാണ് നമ്മളിലുള്ള വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് യേശു ഈ ഒരു വിരുന്നിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അവസാനമായി ഈശോ പറയുന്നു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. യേശു പറയുന്നു, പാപമെന്നാൽ ഒരു രോഗമാണ്. ഇപ്പം ഞാനൊരു പാപത്തിന് അടിമയാണ് എന്നെനിക്ക് തോന്നുമ്പോൾ ഞാൻ ഓടിച്ചെല്ലേണ്ടത് യേശുവിൻ്റെ പക്കലാണ്. യേശുവാണ് നമുക്ക് വിമോചനം തരുന്നത്. ആ ഒരു ബോധ്യം ഹൃദയത്തിൽ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ എല്ലാ രോഗങ്ങളിലും എല്ലാ തിന്മകളിൽ നിന്ന് നമ്മെ പരിപൂർണമായിട്ട് മോചിക്കാൻ കഴിയുള്ള യേശുവിനെ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാനും അവനെ അനുഗമിക്കുവാനും സാധിക്കട്ടെ. എല്ലാവർക്കും ഈ ഒരു തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.